അത് ചേച്ചിയുടെ വിജയുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് പൂവേ ഉനക്കാക എന്നുള്ള ചിത്രമാണ്. അതിൽ ചേച്ചിയാണ് കൂടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേച്ചി പറഞ്ഞൊരു സാധനമാണ് അത് ഇപ്പോഴാണ് ഓർക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചിയുടെ പ്രണയം പറഞ്ഞപ്പോൾ ശരിക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ആയത് അല്ലെങ്കിൽ വിശ്വസിക്കാതെ നിന്നിരുന്നത് വിജയി ആയിരുന്നു എന്നൊരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു അത് അപ്പോഴല്ല, ആ പടത്തിൽ വർക്ക് ചെയ്ത DOP ആണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോഴല്ല എൻ്റെ ലവ്. അത് കുറേ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വേറെ സെറ്റിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് അഗൈൻ വി ഗോട്ട് ഇൻ ടു തിങ്സ്. ആൻഡ് അപ്പം അത് കഴിഞ്ഞിട്ട് വിജയനോട് എനിക്കധികം അടുപ്പമല്ല. എൻ്റെ ഹസ്ബൻഡാണ് വിജയുടെ ഒരു ഫ്രണ്ട്. അപ്പോൾ സോ എനിക്കറിയില്ല. അതായിരുന്നു ചോദിക്കാൻ വന്നത്. കാരണം പൊതുവിൽ വിജയ് എന്ന നടനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെന്ന് കേൾക്കാം. പക്ഷെ വേദികളിൽ അദ്ദേഹം ഭയങ്കര തീപ്പൊരി പ്രസംഗം നടത്തുന്ന ഒരാൾ കൂടിയാണ്. ചേച്ചിക്കുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, അപ്പോൾ തുടക്കകാലമായിരുന്നു. ഇനിഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ വിജയ് ഭയങ്കര റിസർവ്ഡ് ആണ്, ഞാനും ഭയങ്കര റിസർവ്ഡ് ആണ്. അപ്പം അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നിട്ടില്ല. ബട്ട് വിജയുടെ അച്ഛനും അമ്മയും എപ്പോഴും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിട്ടാണ്. അങ്ങനെ തനിച്ച് വിജയായിട്ട് എനിക്ക് അധികം അടുപ്പമില്ല. ചേച്ചിയുടെ ഇപ്പം നിർമ്മാതാവായിരിക്കുകയാണ്. ഭരതനാട്യം ഇപ്പോൾ ആളുകൾ ചർച്ച ചെയ്യുകയും കൂടി ചെയ്യുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഭരതനാട്യത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ പറയുന്നത് ബാലേട്ടൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഭയങ്കരമായി അതിൻ്റെ പോസ്റ്ററൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു കഥ പറയുന്ന സമയത്ത് അതിൻ്റെ സംവിധായകൻ അടക്കം പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇതൊരു ബാലേട്ടൻ സിനിമയുമായി അതേ കഥയാണ് എന്ന് ആളുകൾ വിചാരിക്കുമോ, അങ്ങനെയുള്ളൊരു ചർച്ചകൾ പോകുമോ എന്നുള്ളത്. ആ സമയത്ത് നിർമ്മാതാവെന്ന നിലയിൽ ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫീൽ ചെയ്തിട്ടില്ല. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, എൻ്റെ ചേച്ചി എന്നോട് പറയണം, നീ കൂടുതൽ ബാലേട്ടൻ കളിക്കലെന്ന്. അപ്പം ആ ഡയലോഗ് അവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് കണക്ട് ആയി. അതായത് സെയിം സിറ്റുവേഷൻ ആണ്. അപ്പം ഞാൻ ബാലേട്ടൻ കളിക്കല് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അത് ക്യാരക്ടർ പറയുന്നുണ്ട്. പക്ഷേ ഇത് അതുമായിട്ടുള്ള സാമ്യം, ആ ഒരു ഇൻസിഡന്റ് അത് റിലീസായതിനു ശേഷം ആൾക്കാർ പറയുന്നൊന്നും അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് നോക്കിയത് എന്റർടൈൻമെന്റ് ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു എന്റർടൈനിങ് സിനിമയാണ്.